ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. ഇന്ത്യ ചരിത്രത്തിൽ ഓം ബിർളയെ പോലെ ഇത്രയും പക്ഷാഭേദപരമായി പ്രവർത്തിച്ച ഒരു സ്പീക്കർ വേറെ ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റിൽ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത നാണം കെട്ട തുറന്ന് പക്ഷാഭേദം കാണിച്ച സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ്. ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ 3 പ്രാവശ്യമാണ് ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. 1954-ലും 1966-ലും 1987-ലുമാണ് ഇതിനു മുൻപ് ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനമായി ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ട് 39 വർഷമായി. 39 വർഷങ്ങൾക്ക് ശേഷമാണ് ലോക്സഭാ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ കക്ഷി അംഗങ്ങൾ അവിശ്വാസ പ്രമേയമായി വരുന്നത്. മോദിക്ക് വേണ്ടി മാത്രം സഭ നടത്തുന്ന ഒരു ആളായി അധപതിച്ചിരിക്കുകയാണ് ഓം ബിർള. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങൾ പാർലമെന്റിന്റെ ചേംബറിൽ മീറ്റിംഗ് നടത്തുകയുണ്ടായി. അതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ഇതിൽ കോൺഗ്രസിന്റെയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുടെയും സമാജ്വാദി പാർട്ടിയുടെയും CPM-ന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും എല്ലാം അംഗങ്ങളെ നിങ്ങൾക്ക് കാണാം. ഈ യോഗത്തിലാണ് ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുവാൻ തീരുമാനമായത്. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന്മേൽ നടന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്ക് അനുവദിച്ച 45 മിനിറ്റ് സമയവും സ്പീക്കറും ഭരണപക്ഷത്തെ മന്ത്രിമാരും MP-മാരും ചേർന്ന് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാതെ പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയായിരുന്നു. പിന്നീടുള്ള ഒരു ദിവസവും സഭ കൃത്യമായി നടന്നില്ല. സ്പീക്കർ സഭയിലേക്ക് വരും, ബഹളമുണ്ടാവും, ഉടനെ സഭ പിരിച്ചുവിടും. ഇതാണ് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്. മിനിഞ്ഞാന്ന് കോൺഗ്രസ് പ്രതിനിധി സംഘം സ്പീക്കറുടെ ഓഫീസിലെത്തി സ്പീക്കറുമായി കൂടിക്കാണുകയും ഓം ബിർള വാക്ക് കൊടുക്കുകയും ചെയ്തതാണ് രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാം എന്ന്. ഇന്ത്യയും US-ഉമായുള്ള ട്രേഡ് ഡീലിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കാൻ ആഗ്രഹിച്ചത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ പരിപൂർണമായി ട്രംപിന് മുന്നിൽ അടിയറവ് വെച്ച് ഇന്ത്യയുടെ കാർഷിക രംഗം വരെ അമേരിക്കയ്ക്ക് മുന്നിൽ തുറന്നുകൊടുത്ത് അവരുടെ ആജ്ഞ അനുസരിച്ചാണ് മോദിയും കൂട്ടരും ഈ ട്രേഡ് ഡീൽ അംഗീകരിച്ചത്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാം എന്ന് പറഞ്ഞ മിനിഞ്ഞാന്ന് സഭ ചേർന്നപ്പോൾ ആദ്യം പറഞ്ഞത് ചോദ്യോത്തരവേള കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാം എന്നാണ്. എന്നാൽ ചോദ്യോത്തരവേള കഴിഞ്ഞപ്പോൾ സ്പീക്കർ സഭ വിട്ട് സഭയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി. പിന്നീട് സഭ നിയന്ത്രിക്കാൻ ഓം ബിർള അയച്ചത് കൃഷ്ണപ്രസാദിനെയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തതിനെക്കുറിച്ച് തനിക്ക് യാതൊന്നും അറിയില്ല എന്നും പറഞ്ഞ് ശശി തരൂരിന് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ് അയാൾ ചെയ്തത്. ശശി തരൂർ ഉൾപ്പെടെ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാമെന്ന് സ്പീക്കർ വാക്കുകൊടുത്തതാണ്, അത് അനുവദിക്കണമെന്ന്. അപ്പോൾ അയാൾ സഭ വീണ്ടും നിർത്തിവെച്ച് ഇറങ്ങിപ്പോയി. പിന്നീട് 2 മണിക്ക് സഭ ചേർന്നപ്പോൾ നിയന്ത്രിക്കാൻ അയച്ചത് സന്ധ്യ റായിയെയാണ്. അവരും ഇതേ പരിപാടി തന്നെയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കണമെങ്കിൽ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കാം, അല്ലാതെ സംസാരിക്കാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ഒരു വാക്ക് കൊടുത്തതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പച്ചയ്ക്ക് നുണ പറഞ്ഞ് ചതിച്ച ഒളിച്ചോടിയ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അവിശ്വാസ പ്രമേയം സമർപ്പിച്ചിരിക്കുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 94C അനുസരിച്ച് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നോട്ടീസ് 117 അംഗങ്ങൾ സൈൻ ചെയ്ത് സമർപ്പിച്ചതാണ് ഇത്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് പറയാതിരിക്കാനാവില്ല. ഇതിൽ 1, 2, 3, 4 ആയി അവർ എഴുതിയിരിക്കുന്ന ഈ ക്ലോസുകളിൽ വർഷം തെറ്റായാണ് എഴുതിയിരിക്കുന്നത്. ഫെബ്രുവരി 2026 എന്നുള്ളതിന് പകരം മിസ്റ്റേക്കായി ഫെബ്രുവരി 2025 എന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഈ അവിശ്വാസ പ്രമേയത്തിന്മേൽ ഒപ്പിട്ടവരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അംഗങ്ങൾ ഇല്ല. അവർ ഇതിനെ പിന്തുണയ്ക്കും എന്നാണ് കരുതുന്നത്. പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊടുത്തത് News 18 വാർത്തയായി കൊടുത്തിരിക്കുന്നതാണ് ഇത്. ഇതിൽ TMC ഒപ്പിട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമാണ് സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം വരിക എന്നുള്ളത്. മുൻപ് സ്പീക്കറുടെ പെരുമാറ്റത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ടുകൊള്ളൂ. There is the Speaker of the Lok Sabha, the Speaker of the Indian Union, and there is Mr. Om Birla. When Modi ji went and shook your hand, and I went and shook your hand, I noticed something. When I shook your hand, you stood straight like this and shook my hand.
And when Modi ji shook your hand, you bowed down and shook his hand. മോദിയുടെ മുന്നിൽ കൈകൊടുത്തപ്പോൾ നട്ടെല്ല് വളഞ്ഞ് കുമ്പിട്ട് നിന്നതിനെയാണ് രാഹുൽ ഗാന്ധി ഇവിടെ പരാമർശിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ അയാളുടെ മുഖത്തെ ഭാവം കണ്ടോ? ഒരുമാതിരി കോൺസ്റ്റിപ്പേറ്റഡ് ആയതുപോലെയാണ് അയാൾ ഇരിക്കുന്നത്, മലബന്ധം വന്നതുപോലെ. വളരെയേറെ ആളുകൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ബിർളയെ സ്പീക്കർ പോസ്റ്റിൽ നിന്ന് ചാടിച്ചു വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന്. ഇന്ത്യയിലെ ചരിത്രകാരന്മാരിൽ ഏറ്റവും പ്രമുഖനായ അശോക് കുമാർ പാണ്ഡെ ഇതിനെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് പാസ്സാകാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് അറിയാം. കസേര സുരക്ഷിതമായിരിക്കും. പക്ഷേ ചരിത്രത്തിന്റെ രേഖകളിൽ പ്രതിപക്ഷം ഒത്തൊരുമിച്ച് സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു എന്നുള്ളത് രേഖപ്പെടുത്തുന്നു. കസേര പ്രതിസന്ധിയിൽ ആകുമ്പോൾ സ്പീക്കർ പദത്തിന്റെ മാന്യതയെക്കുറിച്ച് ആര് ശ്രദ്ധിക്കാൻ? അതായത് അദ്ദേഹം പറഞ്ഞത് മോദിയുടെ കസേര ഇളകുമ്പോൾ സ്പീക്കർ പദത്തിന്റെ മാന്യത കാക്കുക എന്നുള്ളത് ബിർളയെ സംബന്ധിച്ച് വിഷയമല്ല. അയാൾ പരിപൂർണ പക്ഷാഭേദം കാണിക്കുന്ന ആളാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് പറയാതെ പറയുന്നത്. പ്രമുഖ മാധ്യമപ്രവർത്തകനായ മാധവൻ നാരായണൻ വളരെ ശക്തമായാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. രാഹുൽ ഗാന്ധിയെ മുടന്ത ന്യായം പറഞ്ഞ് നരവണെ എഴുതിയതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് വിലക്കുക വഴി നീതിയുക്തമായി കേൾക്കുകയും സാമാന്യനീതി ഉറപ്പാക്കുകയും ചെയ്യേണ്ട തത്വങ്ങളെ അയാൾ പരിപൂർണമായി ലംഘിച്ചിരിക്കുകയാണ്. അതുപോലെ യാതൊരു അന്വേഷണവും കൂടാതെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പ്രധാനമന്ത്രിയെ പ്രതിപക്ഷ അംഗങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പ്രതിപക്ഷ അംഗങ്ങളെ അധിക്ഷേപിക്കുകയും ജനാധിപത്യപരമായി പ്രതിഷേധം നടത്തുന്നതിനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്തു. അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, അയാൾ യാതൊരു വ്യക്തതയുമില്ലാത്ത ആളും നിയമങ്ങളെക്കുറിച്ച് അറിയാനുള്ള യാതൊരു കഴിവുമില്ലാത്ത ആളുമാണ്. ബുദ്ധിയും നിഷ്പക്ഷതയും പ്രകടിപ്പിക്കേണ്ട ഒരു പദത്തിൽ ഇരിക്കുമ്പോൾ അയാൾ തൻ്റെ പാർട്ടിയിലെ ആളുകളെയാണ് കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത്. ഇന്ത്യയിലെ 150 കോടി ജനങ്ങൾ ഇയാളെപ്പോലെയുള്ള ഒരു ആളെയല്ല അർഹിക്കുന്നത്. വളരെ നിശിതമായാണ് മാധവൻ നാരായണൻ സ്പീക്കറെ ഇവിടെ വിമർശിച്ചിരിക്കുന്നത്. അയാൾക്ക് യാതൊരു ബുദ്ധിയുമില്ല, യാതൊരു മാന്യതയുമില്ല, കസേരയുടെ അന്തസ്സിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല എന്ന്. അയാൾ ഈ പദത്തിന് അല്പം പോലും യോഗ്യനല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഈ അവിശ്വാസ പ്രമേയം ഒരു തരത്തിലും പാസ്സാവുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം അവിശ്വാസ പ്രമേയങ്ങളൊന്നും പാസ്സാവുകയില്ല. എന്നാൽ രാജ്യത്തിന് തന്നെ വലിയ മാനക്കേട് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് സ്പീക്കർ കസേരയിൽ ഇരിക്കുന്ന ഓം ബിർളയും പ്രധാനമന്ത്രി മോദിയും അയാളുടെ സംഘി സർക്കാരും. രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇയാൾ പരിപൂർണ പക്ഷാഭേദപരമായാണ് പെരുമാറുന്നത് എന്ന് അറിയാത്ത ആരുമില്ല. അതുപോലെ ഇയാൾക്ക് സഭാ ചട്ടങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് പലതവണയായി ഇയാൾ തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആൾക്ക് ഉള്ളതിനേക്കാൾ എന്ത് വിവരവും വിവേകവുമാണ് തനിക്ക് വേണ്ടത് എന്നായിരിക്കും ഇയാൾ തന്നെ ചിന്തിക്കുന്നത്. അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ഇയാൾ സ്വയം രാജിവെച്ച് കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതാണ്. എന്നാൽ മാന്യതയും അന്തസ്സും വിവേകവും എന്ന് പറയുന്നത് സംഘികൾക്കാർക്കും ഉള്ള കാര്യമല്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും പക്ഷാഭേദം കാണിച്ച സ്പീക്കറുടെ കസേരയുടെ അന്തസ്സ് പരിപൂർണമായി നഷ്ടപ്പെടുത്തിയ ഇയാൾക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?